അയ്യോ എന്നെ തല്ലല്ലേ, ഞാൻ നന്നായിക്കോളാവേ, ഇനി എൻ്റെ ഭാഗത്ത് നിന്നൊന്നും ഉണ്ടാകില്ലേ, എന്നെ കൊണ്ടുപോകരുത്, എനിക്കൊരു കുടുംബമുണ്ട്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അതെ, ആ വെള്ള വസ്ത്രധാരിയായിട്ടുള്ള സംഘിക്കുട്ടൻ, അവരുടെ തലവൻ സവർക്കറിന്റെ രീതി പയറ്റുകയാണ്, മാപ്പപേക്ഷിക്കുകയാണ്. ആ സംഘിക്കുട്ടനെ കേരള പോലീസ് വീട്ടിൽ കയറിയിട്ട് കയ്യോടെ പൊക്കിയെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഇതാണ് കേരളം. ഈ കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ട് വീരവാദം മുഴക്കി മുസ്ലിങ്ങളെയും ഇവിടെയുള്ള മതേതരത്വ വിശ്വാസികളെയും അവഹേളിച്ചു കഴിഞ്ഞാൽ നല്ല ഇടികിട്ടും. അത് നാട്ടുകാരിൽ നിന്നും മാത്രമല്ല, കേരള പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടുക തന്നെ ചെയ്യും. അതെ, ആ സംഘിക്കുട്ടൻ ഇതാ തടവറയിലേക്ക് പോവുകയാണ്. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ? അമിത്ഷാ ഒന്ന് ട്രംപിനോടൊന്ന് ബായി പറഞ്ഞേക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേടോ ആരാണ് അമിത്ഷാ എന്നുള്ളത്. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വട്ടപൂജ്യമാകും. ഇങ്ങനെയുള്ള വെല്ലുവിളി നടത്തിയ ആ സംഘിക്കുട്ടനെ ഇപ്പോൾ കേരള പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും. കാരണം ഇനി സംഘിക്കുട്ടന് ജാമ്യം കിട്ടാൻ ഇത്തിരി പ്രയാസപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. കാരണം 153A ചാർത്തിയത് കൊണ്ട് തന്നെ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള വീഡിയോ ചിലപ്പോൾ ന്യായാധിപന്മാർ പോലും കണ്ടിട്ടുണ്ടാകാം. അതിനാൽ തന്നെ ഈ സംഘിക്കുട്ടന് അടുത്ത് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ നാട്ടുകാരിൽ നിന്ന് നല്ല അടി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ അയാളുടെ സുരക്ഷ ന്യായാധിപൻ കരുതിക്കോളും. അതിനാൽ കുറച്ചു കാലം ഇപ്പോൾ അകത്ത് കിടക്കട്ടെ എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെയും തീരുമാനം. എന്തായാലും നല്ല സന്തോഷമുള്ള ഒരു വാർത്തയാണ്. വില്ലാളി വീരനാകാൻ ശ്രമിച്ച ആ സംഘിക്കുട്ടൻ ഇപ്പോൾ വില്ലുപോലെ വളഞ്ഞിരിക്കുകയാണ്. നല്ല രസമുണ്ട് ആ കാഴ്ചകൾ കാണാൻ. ആദ്യം മാപ്പപേക്ഷ വന്നു, എന്നെ തല്ലിക്കൊല്ലല്ലേ, ഞാൻ നന്നായിക്കോളാവേ, എനിക്കൊരു കുടുംബമുണ്ട് എന്ന് പറയുന്ന ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായതാണ്. ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. ചേട്ടാ, ഞാന് അത് അപ്പോഴത്തെ ഒരു ആവേശത്തിന് അറിയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ എവിടെയാണ് സ്ഥലം, എവിടെയാണ് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ പാലക്കാട് അട്ടപ്പാടി. പാലക്കാട് എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ നാട്ടിൽ ഇങ്ങനെ കൃഷിപ്പണിയൊക്കെ തന്നെ. എന്താണ്? നാട്ടില് കൃഷിപ്പണിയൊക്കെ തന്നെയാണ്. നിങ്ങൾ തന്നെയാണോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്? ഞാൻ തന്നെയാണ്. അത് അപ്പോഴത്തെ ഒരു ആവേശത്തിന് അറിയാണ്ട് ചെയ്തു പോയതാണ്. ആവശ്യത്തിന് ഇപ്പൊ നമ്മളെ പോലത്തെ സമുദായക്കാരങ്ങൾ ഇങ്ങനെ എത്ര മോശമായ രീതിയിൽ സംസാരിക്കാൻ ഞാൻ തെറ്റ് പറ്റിപ്പോയി. എനിക്ക് മാപ്പ് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. 30 ദിവസത്തേക്ക് റിപ്പോർട്ട് അടിച്ചിരിക്കുകയാണ് എന്നെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? എന്നാ പിന്നെ അല്ല, ഞാനിപ്പോ സംസാരിക്കുന്നത് പറവണ്ണ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മലപ്പുറം ജില്ല തിരൂർ പറവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അതെ. പിന്നെ ഇങ്ങനെ ഒരു സമുദായത്തിനെ പറ്റി ഇത്രയും മോശമായ രീതിയിൽ നിങ്ങൾ സംസാരിച്ചു. ഞാനത് മോശമായി സംസാരിച്ചതിൽ എനിക്ക് ഏതാണ് കുറെ മുസ്ലിംസും അവരുടെ ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാം എന്നെ വിളിച്ച് ഇത് പറയുന്നുണ്ട്. മാന്യമായും തെറി വിളിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെനിക്ക് ഈ ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ആവേശത്തില് നമ്മളൊരു പെട്ടെന്നുള്ള തോന്നലാണ് എല്ലാം ചെയ്യുന്നത്. പെട്ടെന്ന് ഇങ്ങനെ നമ്മള് ഈ മുസ്ലിംസിനെതിരെ അല്ല, മഹാദുരന്തങ്ങൾ പോലെ ഓരോരുത്തരും ക്ഷണിച്ചു വരുത്തുന്നത് ഒരു തെറ്റ് ഒരു നിമിഷത്തെ ഒരു ഇതുകൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നത് എന്താ, നമ്മള് ഈ മുസ്ലിം സമുദായത്തെ ഒറ്റയടിക്ക് ഇങ്ങനെ അല്ല, ഇതിപ്പോ ഞാന് അറിയാണ്ട് പറഞ്ഞു പോയി. നിങ്ങൾ അത് ക്ഷമിച്ചാൽ പിന്നീട് ഞാൻ ഇത് ആവർത്തിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ആവർത്തിക്കും എന്നാണോ പറഞ്ഞിരുന്നത്? അല്ല, എനിക്കത് തിരുത്താനൊരു അവസരം തരണം, അത്രേ ഞാൻ ചോദിക്കുന്നത്. ഇതാണ് സംഘിക്കുട്ടന്മാരുടെ ഒരു രീതി. കേരളത്തിൽ വന്ന് വലിയ രീതിയിൽ വർഗീയം അഴിച്ചുവിടും, എന്നിട്ട് മാപ്പപേക്ഷയുമായി രംഗത്ത് വരും. ഇതവരുടെ ബുദ്ധിയില്ലായ്മയല്ല, അമിത ബുദ്ധിയാണ്. കാരണം ഇതൊരു തന്ത്രമാണ്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയിട്ട് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട സവർക്കറിന്റെ ആ രീതിയാണ് ഇവർ ഇവിടെ പയറ്റുന്നുള്ളത്. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് നല്ലവരായ ഹൈന്ദവരുടെ മനസ്സിൽ വർഗീയത കുത്തിക്കയറ്റിയിട്ട് ഇവന്മാർ മാപ്പ് പറയും. നമ്മളൊരു മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മാപ്പ് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ആ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പിന്നീടുള്ള പരിപാടി രഹസ്യമായ നീക്കമാണ്. അതിനാൽ തന്നെ ഇവരെ നല്ലവണ്ണം ഭയക്കേണ്ടതുണ്ട്. ഇവർക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ ആരും തയ്യാറാവരുത്. കേരള പോലീസ് മനസ്സറിഞ്ഞ് അവനെ പഞ്ഞിക്കിടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.